ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി നമസ്കരിക്കുക എന്നത്, അവിടെ സന്ദർശിക്കുക എന്നത് അവൻ്റെ ഒരു അഭിലാഷം തന്നെയാണ്. ഖുദ്സിന്റെ മോചനം എന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഒരാഗ്രഹവും അഭിവാഞ്ചയുമാണ്. ബൈത്തുൽ മുഖദ്ദസിന്, മസ്ജിദുൽ അഖ്സയ്ക്ക് ഒട്ടനവധി പ്രാധാന്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഖിബ്ല കഅബ, ആ കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നതിന്റെ മുന്നേ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് അവതരിക്കുന്നതിന്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്, മസ്ജിദുൽ അഖ്സയുടെ നേർക്കേക്കാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നാമത്തെ ഖിബ്ലയാണ്, ആദ്യത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണം നടത്തിയപ്പോൾ ആ യാത്രയ്ക്ക് രണ്ട് ഘട്ടങ്ങൾ, ഒന്ന് രാപ്രയാണവും രണ്ടാമത്തേത് ആകാശയാത്രയും. ഈ രാപ്രയാണം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്കും, ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ് പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് പിന്നീട് ആകാശത്തേക്ക് 1, 2, 3, 4, 5, 6, 7 എല്ലാം ആകാശങ്ങൾ കടന്നുകൊണ്ട് മിഅ്റാജ് യാത്ര നടക്കുന്നത്, ആകാശാരോഹണം നടക്കുന്നത് ഈ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ്, മസ്ജിദുൽ അഖ്സയിൽ വെച്ചാണ്. മസ്ജിദുൽ അഖ്സയുടെ മറ്റൊരു പ്രത്യേകതയാണ്, എല്ലാ പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ രാപ്രയാണത്തിന്റെ ദിവസം ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിലാഷമായിരുന്നു ആ ഒരു നാട് സ്വതന്ത്രമാക്കുക എന്നത്, അവിടെ ജീവിക്കുക എന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് നടന്നിട്ടില്ല. ചരിത്രം നമ്മൾ ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കടല് കടന്ന് വാഗ്ദത്ത ഭൂമിക്ക് മുന്നിലെത്തിയപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾക്ക് പേടിയാണ്. ഈ അമാലിക്കുകൾ എന്ന് പറയുന്ന ആചാരബാഹുക്കളായ മനുഷ്യരോട് യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കൂല, തോറ്റുപോകും. അതുകൊണ്ട് അവരവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ 2 ആളുകൾ, ഖാല റജുലാനി മിനൽ ലദീന യഖാഫൂന അൻഅമ അല്ലാഹു അലൈഹിം വദ്ഖുലു അലൈഹിമുൽ ബാബ് ഫഇദാ ദഖൽതുമുഹു ഫഇന്നകും ഗാലിബൂൻ. യൂശഅ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറ്റൊരു അനുയായിയും മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഉച്ചൈസ്തരം പറഞ്ഞത്, നമുക്ക് ധൈര്യമായി അവിടേക്ക് പ്രവേശിക്കാം, നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും അടിച്ചു നിന്നു. അവരദ്ദേഹത്തോട് പറഞ്ഞു, യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ആ ജനത അവിടെ ഉള്ളിടത്തോളം കാലം മൂസ അവിടേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. എത്ര ഗൗരവതരമായ വർത്തമാനമാണ് അവരാ പറഞ്ഞത്, എത്ര അപകടകരമായ സംസാരമാണ് അവരാ നടത്തിയത്. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരുന്നിട്ട് നോക്കിക്കോളാം, തിരിച്ചു വരുമ്പോ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ കൂടെ പ്രവേശിച്ചുകൊള്ളാം. ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ. അല്ലാഹുവേ, ഈ വൃത്തികെട്ട ജനവിഭാഗം പറയുന്ന ഈ വൃത്തികേടിന് ഞാനും എന്റെ സഹോദരനും ഉത്തരവാദിയല്ല റബ്ബേ. മൂസാ നബി പറയുകയാണ് അല്ലാഹുവിനോട്, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന യതീഹൂന ഫിൽ അർദ് ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, മൂസ 40 വർഷത്തേക്ക് അവർക്ക് ആ നാടിതാ ഹറാമാക്കിയിരിക്കുകയാണ്, ഇതിനങ്ങോട്ട് കയറേണ്ടതില്ല, ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല. 40 കൊല്ലക്കാലം ആ നാടിവർക്ക് ഞാനിതാ ഹറാമാക്കിയിരിക്കുകയാണ്. യതീഹൂന ഫിൽ അർദ്, മരുഭൂമികളിലും കാടുകളിലുമെല്ലാം അവരെങ്ങനെ ഈ 40 വർഷം മലഞ്ഞ് തിരിഞ്ഞു നടക്കട്ടെ എന്ന് അല്ലാഹു അതാ ശാപം പുറപ്പെടുവിക്കുകയാണ്, ശാപമിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 40 വർഷ കാലയളവിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്ത് ഉണ്ടാകുന്നത്.
ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തുണ്ടാകുന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നത് മൊബാരീബ് പർവ്വതനിരയിൽ, അബാരീം പർവ്വതനിരയിലെ മൊബാബ് മലയിൽ ബൈത്തുൽ മുഖദ്ദസിനോട് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് നോക്കിക്കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയുന്നത്, ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. ആ പ്രവാചകന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല, ആഗ്രഹം പൂർത്തിയായിട്ടില്ല. പിന്നീട് പടച്ചിറപ്പ് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ 2 അനുയായികളിൽ ഒരാളെ കൊണ്ടാണ് ആ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് യൂഷ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടാത്ത പേരാണ്. പരിശുദ്ധ ഖുർആനിൽ ആ പ്രവാചകന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. യൂഷ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ പറഞ്ഞ 2 മനുഷ്യർ ധൈര്യത്തോടെ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് മൂസാ നബിയോട് പറഞ്ഞ 2 മനുഷ്യരുണ്ടല്ലോ, ആ 2 മനുഷ്യരിൽ 2 അനുയായികളിൽ ഒരാളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിന്റെ മോചനം നടത്തുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഉണ്ടാകുന്നത്. ഇതേ ചരിത്രത്തിന്റെ ആവർത്തനം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പ്രിയപ്പെട്ട അനുയായികളിൽ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്ന പ്രവാചകന്റെ ഖബറിന്റെ അടുത്തായി 2 ഖബറുകളുള്ള അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഈ 2 അനുയായികളിൽ ഒരാളെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചരിത്രത്തിലുള്ള സാമ്യതയാണത്. മൂസാ നബിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 2 അനുയായികളിൽ ഒരാളിലൂടെ ഖുദ്സിന്റെ മോചനം അള്ളാഹു യാഥാർത്ഥ്യമാക്കി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 2 അനുയായികളിൽ ഒരാളിലൂടെ ഖുദ്സിന്റെ മോചനം അള്ളാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാക്കി. യൂശ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ ഈ പകലിനെ നീ എനിക്ക് നീട്ടിത്തരണമേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നുണ്ട്, ഒരാൾക്ക് വേണ്ടിയും സൂര്യൻ നിർത്തപ്പെട്ടിട്ടില്ല, സൂര്യന്റെ ചലനം, ഭൂമിയുടെ ഭ്രമണം അവസാനിപ്പിക്കപ്പെട്ടില്ല, താൽക്കാലികമായി നിർത്തപ്പെട്ടിട്ടില്ല. ഇല്ല അലാ യൂശ അലൈഹിസ്സലാത്തു വസ്സലാം, യൂശ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടിയല്ലാതെ. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യന്റെ സഞ്ചാരത്തെ താൽക്കാലികമായി, അതായത് ഭൂമിയുടെ ഭ്രമണത്തെ താൽക്കാലികമായി നിർത്തിക്കൊടുത്തു, ആ പകൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ഖുദ്സിന്റെ ചരിത്രത്തിലെ 1ാമത്തെ മോചനമാണിത്. പിന്നീട് മുസ്ലിങ്ങളിൽ നിന്ന്, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്ന് ആ ഖുദ്സ് ഒരുപാട് ആളുകൾ പിടിച്ചടക്കി. അടുത്ത ഖുദ്സിന്റെ മോചനം ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആദ്യത്തെ 2 അനുയായികളിൽ ഒരു അനുയായിയിലൂടെയാണ് ഖുദ്സിന്റെ മോചനം ഉണ്ടാകുന്നത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഹിജ്റ 16-ാമത്തെ വർഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ, ക്രിസ്തീയ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഖുദ്സിന്റെ മോചനം യാഥാർത്ഥ്യമാക്കുന്നത് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖാലിദ് ഇബ്നു വലീദ് സൈഫുല്ലാ, അല്ലാഹുവിന്റെ ഖഡ്ഗം, അല്ലാഹുവിന്റെ വാളെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിലുള്ള ഉപരോധത്തിലൂടെയാണ് ഖുദ്സ് പിന്നീട് മുസ്ലിം ഉമ്മത്തിന്റെ കീഴിലേക്ക് വരുന്നത്. വല്ലാത്തൊരു ചരിത്രമാണത്. രക്തം ചിന്താതെ, കലാപങ്ങൾ ഉണ്ടാക്കാതെ, മനുഷ്യന്റെ ജീവൻ ഹനിക്കാതെ, സമ്പത്ത് കൊള്ളയടിക്കാതെ, സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കാതെ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യത്വത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ 2 സ്വഹാബികളുടെ നേതൃത്വത്തിൽ അവർ ജെറൂസലം വളഞ്ഞു, ഖുദ്സ് വളഞ്ഞു. പക്ഷേ വേറൊരു പ്രത്യേകത അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ആ ജെറൂസലമിൽ ജീവിച്ചിരിക്കുന്ന, ആ ഖുദ്സിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, അധീശത്വത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു മോചനം കിട്ടണമെന്ന് അവര് പോലും അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അവർ അബൂ ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അവർ സന്ദേശം അയച്ചു. എന്താണ്? ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിത്തരാം, ഈ ഖുദ്സിന്റെ മണ്ണ് ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒതുക്കിത്തരാം. ഒറ്റ ഉപാധി മാത്രം, നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്നിട്ട് വേണം ഞങ്ങളിൽ നിന്ന് ഈ താക്കോല് സ്വീകരിക്കാൻ, ഞങ്ങളിൽ നിന്ന് ഈ ഖുദ്സിന്റെ ഭരണം സ്വീകരിക്കാൻ നിങ്ങളുടെ നേതാവ് നേരിട്ട് വരണം. കാരണം ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല. ആ ഉമറിന്റെ കഥകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നീതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉമറിന്റെ നീതിയുടെ, നൈതികതയുടെ, ബൈസന്റൈനിന്റെയും റോമിന്റെയും പേർഷ്യയുടെയും എല്ലാം ദൂതന്മാർ ഉമറിനെ കാണാൻ പോയപ്പോ കൈവെള്ള തലയിണയാക്കി കിടന്നുറങ്ങുന്ന, ചെങ്കോലില്ലാത്ത, കിരീടമില്ലാത്ത, സിംഹാസനമില്ലാത്ത
ഒരു ഫക്കീറിന്റെ വേഷം ധരിച്ച് കിടന്നുറങ്ങുന്ന ഉമറിനെ ആയിരുന്നു അവർ കണ്ടിരുന്നത്. ആ ഉമറിന്റെ ഖ്യാതി ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുദ്സിന്റെ മണ്ണിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പറഞ്ഞത്, നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്ന് അധികാരം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ അധികാരം നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അങ്ങനെ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് എഴുതുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ആദ്യമായാണ് അവരങ്ങനെ ഒരു രംഗം കാണുന്നത്. ലോകം മുഴുവൻ ഖ്യാതി പരന്ന ഒരു ഭരണാധികാരി, അതിശക്തമായ അജയ്യമായ ഒരു സൈന്യത്തിന്റെ തലവൻ, ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവ്. ആ നേതാവ് വരുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരും വസീറുകളും എല്ലാം വരുമ്പോ ഒരുപാട് പരിവാരങ്ങളും രക്ഷകന്മാരും ഒക്കെ ആയിട്ട് വരുന്ന അതേ പ്രതീതിയായിരിക്കാം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഉമർ വന്നത് തന്റെ ഒരു വൃത്യനെ മാത്രം കൂട്ടിയിട്ടാണ്. ഉമർ ആ ഖുദ്സിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത് നഗ്നപാതനായി, ഒട്ടകത്തിന്റെ കയറും കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുദ്സിന്റെ മണ്ണിലേക്ക് നടന്നു പോകുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ ഭരണാധികാരിയുടെ ഒരൊറ്റ പ്രവേശനം കാരണം അവിടെയുള്ള ഒരുപാട് മനസ്സുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു നഗ്നപാതനായിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ആർഭാടമില്ലാതെ, തന്റെ ഹുങ്ക് കാണിക്കാതെ, ഒരു ഭരണാധികാരിയാണെന്നൊരു നോട്ടത്തിൽ ഒരിക്കലും മനസ്സിലാകാത്ത രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി, ഖുദ്സിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ ഭരണം ഏറ്റെടുക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായി ഉമർ റളിയല്ലാഹു അൻഹു സജീവമായ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ നോക്ക്, അദ്ദേഹം അവിടെ വരുമ്പോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ പള്ളി കാണിച്ചു കൊടുത്തു. എന്നിട്ട് നിസ്കരിക്കാൻ ആ പള്ളി ഉപയോഗിക്കാം, ആ കനീസ ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നറിയോ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് നമസ്കരിച്ചോളാം. കാരണം ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നാളെ എന്റെ അനുയായികൾ, എന്റെ സമുദായത്തിൽപ്പെട്ടവർ ഇതിന് അവകാശവാദം ഉന്നയിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതില്ല. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും പേരിട്ട് വിളിക്കുന്നത്? ഇതിനെയല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും താലോലിക്കുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വലിയ നിയമപരിരക്ഷകൾ എഴുതപ്പെട്ടിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നില്ല. കാരണം നാളെ അതൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകാം, ഒരു സിവിൽ വാറിന് കാരണമാകാം. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരസ്കരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനികളുമായി നടത്തിയ ചർച്ചയിൽ രണ്ടാമതായി എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു, ബലാത്കാരമായി ഒരു മതത്തിൽപ്പെട്ടവരെയും മറ്റൊരു മതത്തിലേക്ക് മാറ്റരുത്, പരിവർത്തനം നടത്തരുത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിലെ അധ്യാപനമാണത്. അല്ലാഹു പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله. ദീനിൽ ബലാത്കാരമില്ല. ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, അവളെ ലവ് ചെയ്തുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് ലവ് ജിഹാദ് നടത്തേണ്ട ആവശ്യം ഇസ്ലാമിൽ ഹറാമാണ്. അത് പച്ചയായ നിഷിദ്ധമാണ്. ഒരാൾ എങ്ങനെയാണ് മുസ്ലിമാകേണ്ടത്? അയാൾക്ക് ആദർശം മനസ്സിലായി, തൗഹീദ് മനസ്സിലായി, സുന്നത്ത് മനസ്സിലായി, അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമാണ് അയാൾ മുസ്ലിമാകേണ്ടത്. അല്ലാതെ പണം കൊടുത്ത്, വീടുണ്ടാക്കി കൊടുത്ത്, ചികിത്സ നടത്തിക്കൊടുത്ത്, പൈസ കൊടുത്ത്, ജോലി കൊടുത്ത്, പ്രേമം നൽകി ഇസ്ലാമിലേക്ക് മാറ്റാനുള്ളൊരു ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ മോചനത്തിന്റെ സമയത്ത് കൃത്യമായി ക്രിസ്ത്യാനികളുമായി അവരുടെ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, മതപരമായ ചിഹ്നങ്ങളെ ആക്രമിക്കരുത്. എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഉമറിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഖുദ്സിന്റെ മണ്ണിൽ മതപരമായ ചിഹ്നങ്ങളെ ആക്രമിക്കാനോ തകർക്കാനോ പാടില്ല എന്ന ഒരു നിയമം കൂടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായി പ്രിയപ്പെട്ടവരെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ആ താക്കോൽ ഏറ്റെടുത്ത്, ആ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എവിടെയാണ് എന്റെ സഹോദരൻ ദാവൂദ് നബിയുടെ മിഹ്റാബ്? ദാവൂദ് നബിയുടെ മിഹ്റാബ് ഖുദ്സിലാണ്. എവിടെയാണ് എന്റെ സഹോദരൻ ദാവൂദ് നബിയുടെ മിഹ്റാബ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻ ഗൈഡുമാർ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഗൈഡുമാർ അദ്ദേഹത്തെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഹ്റാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ മിഹ്റാബ് അവർ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്.
ജൂതന്മാരോടും മുസ്ലിങ്ങളോടുമുള്ള പക കാരണം അന്നത്തെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഹ്റാബിനെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം കൈകൊണ്ട് ആ മാലിന്യം വൃത്തിയാക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും വന്ന് ആ മാലിന്യം മുഴുവനും വൃത്തിയാക്കി. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നമസ്കരിച്ചു, അവിടെ പള്ളി സ്ഥാപിച്ചു. അതാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും മസ്ജിദുൽ അഖ്സ ഉമർ റളിയല്ലാഹു അൻഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഹ്റാബിൽ പടുത്തുയർത്തിയ, ആ സ്ഥലം മിഹ്റാബാക്കിക്കൊണ്ട് പടുത്തുയർത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് 2025 ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്നത്, മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്നത്. പക്ഷേ ആ മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ അഖ്സ മുസ്ലിം വഖഫിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും അതിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കണമെങ്കിലും അതിന്റെ കൈകാര്യകർത്തൃത്വത്തിലുമെല്ലാം ജൂതന്മാർ കൈകടത്തിയിട്ടുണ്ട്. ഇന്ന് അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത്, അവരാണ് അവിടെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നവർ. ഇത് വലിയ വേദനയുണ്ടാക്കുന്ന സംഗതിയാണ്, ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മസ്ജിദുൽ അഖ്സ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയത് എന്ന് വലിയ നീണ്ട ചരിത്രമാണ്. അത് വെറും ചരിത്രമല്ല, മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. മുസ്ലിം ഉമ്മത്തിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കൃത്യമായി അദ്ദേഹത്തിന്റെ തഖ്വയിലൂടെ, അദ്ദേഹത്തിന്റെ ദുആയിലൂടെ, അദ്ദേഹത്തിന്റെ എളിമത്തത്തിലൂടെ, അദ്ദേഹത്തിന്റെ സമർപ്പണ ബോധത്തിലൂടെ എല്ലാം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തു. ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് മുസ്ലിം ഉമ്മത്തിന് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെടുന്നത് AD 1096 ഒന്നാം കുരിശ് യുദ്ധത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് പ്രിയപ്പെട്ടവരെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ വീണ്ടും നഷ്ടപ്പെടുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഉമർ മുതൽ ഒന്നാം കുരിശ് യുദ്ധം വരെയുള്ള ചരിത്രം പഠിച്ചാൽ സമകാലിക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ട്. അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചും പാഠം. എങ്ങനെയാണ് മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ടത്? ആ പാഠം പഠിച്ചിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള മഹാരഥന്മാരായ ഭരണാധികാരികൾ ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അത് തിരുത്തിയിട്ടുണ്ട്. അത് തിരുത്തിയിട്ട് പിന്നീട് ഒരു ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സ് കീഴടക്കി, അതേപോലെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ മുസ്ലിം ഉമ്മത്ത് ഖുദ്സ് കീഴടക്കിയിട്ടുണ്ട്. പിന്നീട് ആയിരക്കണക്കിന് വർഷം, നൂറ്റാണ്ടുകൾ, നൂറുകണക്കിന് വർഷം മുസ്ലിങ്ങളുടെ കീഴിൽ തന്നെ മസ്ജിദുൽ അഖ്സയും ഖുദ്സുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെടുന്നത് വലിയ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഈ പറയുന്ന ഉമ്മത്തിന്റെ അകത്തുള്ള ഒറ്റുകാരിലൂടെയുമെല്ലാമാണ്. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് ആ ചരിത്രം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ചരിത്രമൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. ഉമവിയ, അബ്ബാസിയ, സൽജൂഖിയ, ഫാത്തിമിയ ഖിലാഫത്തുകളുടെ ഭിന്നിപ്പ് കാരണം മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെട്ടതും പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ വന്ന് ഛിന്ന ഭിന്നമായ ഉമ്മത്തിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ ഖുദ്സ് തിരിച്ചു പിടിച്ച ആ ചരിത്രവുമെല്ലാം നാം പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഉമ്മത്തിൽ മാറ്റമുണ്ടാകുന്നതിനു വേണ്ടിയാണ്. അതിലൂടെ ഒരു പാഠം പഠിക്കുന്നതിന് വേണ്ടിയാണ്. സലാഹുദ്ദീൻ അയ്യൂബികളും പഠിച്ചതുപോലെ പാഠം നാം പഠിക്കേണ്ടതുണ്ട്, ഉൾക്കൊണ്ടേണ്ടതുണ്ട്. എന്നിട്ട് നമ്മിലൂടെ തമ്മാടികളായ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ ഖുദ്സ് ഒന്നുകൂടി മോചിതമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അതിനൊരു കാരണക്കാരാക്കട്ടെ. അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖും സന്നദ്ധതയും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം, കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വലിയ വിജയം നേടിയത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതുകൊണ്ടാണ് ആ കഴിഞ്ഞ മാസത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങാം എന്ന് ഞാൻ ആലോചിച്ചത്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സലാഹുദ്ദീൻ അയ്യൂബിയുടെയും എല്ലാം ഖുദ്സിന്റെ മോചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ 2 പാഠങ്ങൾ എന്താണെന്നറിയും. 2 പാഠങ്ങൾ
ഒന്ന്, അവർ ദേഷ്യത്തിന് വഴിപ്പെട്ടില്ല. രണ്ട്, അവർ ഭയത്തിന് വഴിപ്പെട്ടില്ല. ഈ രണ്ട് വികാരങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദേഷ്യത്തിന് വഴിപ്പെട്ടാൽ മനുഷ്യൻ എന്താ ചെയ്യാം? എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഭൂലോക മണ്ടത്തരായിരിക്കും. ഒരിക്കലും ഉമറുല്ലാന്റെയും സലാഹുദ്ദീൻ അയ്യൂബിയുടെയും ചരിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അവർ തക്കം പാർത്തിരുന്നു. നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു. പതിറ്റാണ്ടുകൾ അവർക്കൊരു അവസരം ഒത്തുവരുന്നതിന് വേണ്ടിയിട്ട്. ആ അവസരം ഒത്തു വന്നപ്പോഴാണ് കൃത്യമായ കരുനീക്കങ്ങൾ അവർ നടത്തിയിട്ടുള്ളത്. ദേഷ്യത്തിനൊരിക്കലും ആരൊക്കെയോ കൊല്ലപ്പെട്ടു, മുസ്ലിം നാടുകൾ തകർക്കപ്പെട്ടു, ഇനി വെറുതെ വിടൂല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മിലിറ്ററി അറ്റാക്ക്, ഒരു സൈനിക ആക്രമണം അവർ നടത്തിയില്ല. കൃത്യമായി ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ആവേശമാണ്. എല്ലാവർക്കും ആവേശമാണ് ഇഷ്ടം. ആവേശം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവുന്ന വലിയ നഷ്ടങ്ങൾ ആരും കാണുന്നില്ല. ആയിരക്കണക്കിന് മുസ്ലിം ജീവനുകൾ നഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ല. അതല്ല ഇസ്ലാം. അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയല്ല ഇസ്ലാമിന് മോചനം കിട്ടിയിട്ടുള്ളത്. കൃത്യമായ തന്ത്രങ്ങളിലൂടെ, കൃത്യമായ പഠനങ്ങളിലൂടെ, പതിയിരുന്നുകൊണ്ട് കൃത്യമായ അവസരത്തിൽ മാത്രം ഇടപെട്ടപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. രണ്ടാമത്തത്, അവരൊരിക്കലും ഭയത്തിന് വഴിപ്പെട്ടില്ല. ധൈര്യവാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പേടിയില്ലാത്തവനല്ല. പേടിയില്ലാത്തവൻ എന്താണ്? ബുദ്ധിയില്ലാത്തവനാണ്, വിവരം ഇല്ലാത്തവൻ. ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു തീക്കട്ട മുന്നിലേക്ക് വെച്ചു കൊടുത്താൽ അവനത് തൊടും. എന്താ കാരണം? അവന് ധൈര്യം ഉള്ളതുകൊണ്ടാണോ? അല്ല, അവന് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. ആ 3 വയസ്സുള്ള കുട്ടിക്ക് അറിയില്ല, ഞാനിത് തൊട്ട് കഴിഞ്ഞാൽ എന്റെ കൈ പൊള്ളും, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയില്ല. ധൈര്യം എന്നാൽ പേടിയുണ്ട്, ഉള്ളിൽ ഭയമുണ്ട്, പക്ഷേ ആ ഭയത്തെ മറികടക്കാനുള്ള ആ ഒരു വിൽ പവർ, ഭയത്തെ മറികടക്കാനുള്ള ഒരു തീരുമാന ശക്തി അവനുണ്ട്. അതാണ് ധൈര്യം. അതായിരുന്നു ഇന്നലകളിൽ വിജയിച്ച ഭരണാധികാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വാള് മുന്നിൽ കാണുമ്പോൾ നെഞ്ചിടിപ്പുണ്ട്, അതുപോലെ ശാരീരികമായ പ്രതികരണങ്ങളുണ്ട്. പക്ഷേ ആ പ്രതികരണങ്ങൾ കൊണ്ട് ഒരടി പോലും അവരെ പിന്നോട്ട് വെച്ചില്ല. അവർ ശക്തമായി ഉറച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, ദേഷ്യമെന്ന ഭയമെന്ന രണ്ട് വികാരങ്ങൾക്ക് അടിപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ അവന്റെ ഇസ്സത്ത് നശിപ്പിക്കും, അവന്റെ ഡിഗ്നിറ്റി അവൻ നശിപ്പിക്കും. അതുകൊണ്ട് ഈ രണ്ട് വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വികാരം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കോഗ്നിറ്റീവ് സൈഡ് ഓഫാവും. ശരിക്കും നമ്മുടെ ഇത് വലിയ രാഷ്ട്രീയമായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ മാത്രമല്ല, വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തിലായാലും പ്രശ്നത്തിലായാലും നാം വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് വികാരത്തെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും കൈയിനെ നിയന്ത്രിക്കാനും നാം അനുവദിച്ചാൽ പിന്നെ നമ്മുടെ ഈ കോഗ്നിറ്റീവ് സൈഡ്, അതായത് യുക്തിപരമായി നമ്മൾ തീരുമാനമെടുക്കേണ്ട തലച്ചോറിന്റെ ഭാഗം ഓഫായി പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക, വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക, പക്വതയോടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നാം മുന്നേറുക. ആ ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വലിയ മാറ്റങ്ങളും വലിയ വിപ്ലവങ്ങളും വലിയ വിജയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഇസ്സത്ത് യഥാർത്ഥ രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഖുദ്സിന്റെ മണ്ണിൽ സ്വതന്ത്രമായി നിസ്കരിക്കാനുള്ള മുസ്ലിം ലോകത്തിന്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കുരിശ് യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട കുഫാറുകൾക്ക് ആ പരാജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആ വിജയത്തിന്റെ ഭാഗമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.